ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുണുങ്ങി പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളൂരാട് ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. രാവിലെ ഭയങ്കര നേരത്തെയാണ് പോയത്. എനിക്ക് കാരണം ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഗ്ലൂക്കോസ് പൊടിയില്ലേ, അത് കഴിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോവുകയാണ്. ഇതാ സംഭവമൊക്കെ ആയി കിട്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അത് കഴിക്കുക എന്നുള്ളത്. എനിക്ക് അത്രയും ഉറപ്പാണ് ഞാൻ വോമിറ്റ് ചെയ്യുമെന്നുള്ളത് കേട്ടോ. നേരത്തെ തന്നെ വോമിറ്റിങ്ങിൻ്റെ ഗുളികയൊക്കെ കഴിച്ചു. പിന്നെ കണ്ടായിട്ട് എന്ത് ചെയ്യുമ്പോഴും ഒന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, എല്ലാം അവൻ തന്നെ ചെയ്തു തരും. കാരണം അവൻ എന്നാലേ തൃപ്തിയാവുള്ളൂ. മരുന്ന് എടുത്തതിനടക്കം അങ്ങനെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ കുറേ നേരം ഇതാക്കി എനിക്കങ്ങനെ തന്നു ഗായ്സ്. അതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് വയ്യ. ഇത് കുടിക്കണ മുന്നേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഇത് കുടിച്ചതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ 1 മണിക്കൂർ ബ്ലഡ് ടെസ്റ്റ് കേട്ടോ. എൻ്റെ ഈ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ ഗായ്സ്. എനിക്കിത് കാണുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. കാരണം ഞാൻ എത്ര ബുദ്ധിമുട്ട് അത് കുടിച്ചെന്നറിയാം. പക്ഷേ ഞാൻ വോമിറ്റിങ്ങിൻ്റെ ഗുളിക കഴിച്ചത് കണ്ടാൽ തോന്നുന്നു വോമിറ്റ് പുറത്തേക്ക് വന്നില്ല, ഉള്ളിൽ ഞാൻ പിടിച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് തന്നെ വിട്ടു ഗായ്സ്. എനിക്ക് ആ ദിവസം ഓർക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു ഈ വീഡിയോ കാണുമ്പോൾ. ഈ വീഡിയോ അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചായിരുന്നു. എൻ്റെ വോമിറ്റിംഗ് എല്ലാം ഒന്ന് മാറിയതിൻ്റെ ശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പം എനിക്ക് കുറച്ച് വോമിറ്റിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഒറ്റ ശ്വാസത്തിൽ അങ്ങോട്ട് കുടിച്ചു കേട്ടോ. കുടിച്ച പോലെ തന്നെ ഗൈസ് അത് ഇങ്ങോട്ട് പുറത്തേക്ക് തന്നെ വന്നു. പക്ഷെ ഞാൻ അതങ്ങനെ വിഴുങ്ങി ഗൈസ്. എനിക്ക് ഇനി കുടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് വിഴുങ്ങിയത് കേട്ടോ. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അത് ഞാൻ കുടിച്ച് തീർത്തു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ. എനിക്ക് വയ്യ. ഇനി അത് കഴിഞ്ഞിട്ട് വേണം, ഞാൻ കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി. സത്യം പറഞ്ഞത് ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ കണ്ണേട്ടന് ഉറപ്പുണ്ടായിരുന്നു വോമിറ്റ് ചെയ്താൽ നിങ്ങൾ ഇവർ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വോമിറ്റ് ചെയ്യുന്ന കണ്ണേട്ടന് ഉറപ്പുള്ള കാരണം അവന് വീട്ടിലേക്ക് അവരമ്മ ഈ ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും കുറച്ച് തരുമോ, കുറച്ച് മധുരമോ കുറച്ച് എരിവോ എന്തെങ്കിലും തരുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു കഴിക്കാൻ പാടില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 നേരം ഇഞ്ചക്ഷൻ രാവിലെ തന്നെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണേട്ടനോട് ഇങ്ങനെ പരാതി പറയണം, അമ്മോടും പറയണ്ട എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തന്നു. ഇവർ പക്ഷേ എനിക്കൊന്നും തന്നില്ല. പക്ഷെ തരാതിരുന്ന് നന്നായിട്ടോ ഗൈസ്. കാരണം അത് തന്നു കഴിഞ്ഞു വെച്ചാൽ പിന്നെ എനിക്ക് വീണ്ടും കുടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ അങ്ങോട്ട് വന്നു ഹോസ്പിറ്റലിൽ എത്തിയിട്ട്. അപ്പോൾ സമയം 9:23 ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കൂടി ഉണ്ട്. അതുവരെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗായ്സ്.